പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ വളരെ ദിവസങ്ങളായി കേരള സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണ്. അവരുടെ ഒരു കസേര കളിയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടേയിരുന്നത്. പക്ഷേ ഇന്നലെ ആ കസേര കളിക്ക് എതിരെ ഹൈക്കോടതി പ്രത്യേകിച്ച് VC-ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം നേരിട്ടതിന് പിന്നാലെ സർവകലാശാല അഭിഭാഷകനോട് വിശദീകരണം തേടി VC രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഹർജിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയ അഭിഭാഷകനോടാണ് വിശദീകരണം തേടാൻ നിർദ്ദേശം നൽകിയത്. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ വസ്തുതാ വിവരണ സ്റ്റേറ്റ്മെന്റ് മറച്ചുവെച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അനുകൂലമായ നിലപാട് അഭിഭാഷകൻ സ്വീകരിച്ചെന്നും VC ആരോപിക്കുകയാണ്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. VC ആകെ കലിപ്പിലാണ്. എന്തുകൊണ്ടാണ് ഈ വിമർശനം ഏറ്റുവാങ്ങുന്ന വിധത്തിലേക്ക് കോടതിയെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്? അങ്ങനെയല്ല അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചത്, അതാണോ VC-യുടെ വാദം? ഗുഡ് മോർണിംഗ് ബിനിൽ. തീർച്ചയായും ബിനിൽ, ഈ വൈസ് ചാൻസലർ ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ യൂണിയൻ പ്രതിനിധികളുടെ യോഗത്തിലും വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ വ്യാജ രേഖകളാണ് കോടതിയിൽ സമർപ്പിച്ചതെന്നാണ് യൂണിയൻ പ്രതിനിധികളോട് വൈസ് ചാൻസലർ പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകനോട് വൈസ് ചാൻസലർ വിശദീകരണം തേടിയിരിക്കുന്നത്. ഈ വിശദീകരണം തേടാനുള്ള പ്രധാന കാരണം ഈ ഹർജി സമർപ്പിച്ചത് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ആയിരുന്നു. പക്ഷേ ഹൈക്കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ ഹർജിക്കാരൻ്റെ വിശദീകരണവും നൽകിയതും അതിനോടൊപ്പം തന്നെ എതിർകക്ഷിയായിട്ടുള്ള സർവകലാശാലയുടെ വിശദീകരണവും നൽകിയത് ഈ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാർ ആണെന്നാണ് വൈസ് ചാൻസലറുടെ വാദം. രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പൻ നൽകിയ വസ്തുതാ വിവരണ സ്റ്റേറ്റ്മെൻറ്റ് അഭിഭാഷകൻ, സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകൻ മറച്ചുവെച്ചു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ജൂൺ 6-നാണ് അവസാന സിൻഡിക്കേറ്റ് യോഗം നടന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗം VC പിരിച്ചുവിട്ടു എന്ന കാര്യം അഭിഭാഷകൻ മറച്ചുവെച്ചു. പകരം സിൻഡിക്കേറ്റ് അംഗങ്ങൾ മറ്റൊരു സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ഈ യോഗത്തിൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചു എന്നുള്ള വിവരമാണ് ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് എന്നാണ് VC ഇപ്പോൾ ആരോപിക്കുന്നത്. ഇത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനും അനുകൂലമായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള കാരണമായി മാറിയെന്നും VC ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും രജിസ്ട്രാർ ഇൻചാർജായിട്ടുള്ള മിനി കാപ്പൻ വഴിയാണ് ഇപ്പോൾ അഭിഭാഷകനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. നാളെ വീണ്ടും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. വാദം നാളെ കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും സ്റ്റാൻഡിംഗ് കൗൺസിൽ അഭിഭാഷകൻ നാളെ എന്തായാലും ഹാജരാകും. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർക്ക് വേണ്ടി മറ്റൊരു അഭിഭാഷകനും ഹാജരാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനിൽ, ശരി. അപ്പോൾ എന്തായാലും വിശദീകരണം തേടിയിരിക്കുകയാണ്. പക്ഷേ എന്തായാലും കാര്യങ്ങൾ VC-ക്ക് അനുകൂലമായിരിക്കില്ല എന്ന വിധത്തിലുള്ള സൂചനകളാണ് ഈ വിമർശനങ്ങളിലൂടെ, പരാമർശങ്ങളിലൂടെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റിനെ മറികടന്ന്, അതായത് സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി തീരുമാനമെടുക്കേണ്ട ഒരാൾ എങ്ങനെയാണ് സിൻഡിക്കേറ്റിനെ മറികടന്ന് സിൻഡിക്കേറ്റിനെ റദ്ദ് ചെയ്ത് സിൻഡിക്കേറ്റിന് തീരുമാനങ്ങളൊന്നും എടുക്കാൻ അധികാരമില്ല എന്ന് പരസ്യമായി വ്യക്തമാക്കി മുന്നോട്ട് പോവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. അങ്ങനെ VC-ക്ക് മാത്രം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാണെങ്കിൽ പിന്നീട് എന്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന പരമപ്രധാനമായ ചോദ്യം അവിടെ ഹൈക്കോടതിക്ക് മുന്നിൽ രജിസ്ട്രാർക്ക് വേണ്ടി അവിടെ ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.